സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 100ഓളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുവാനായി പോകുന്നത്. അപ്പൊ ചോദ്യം നോക്കേ. എഞ്ചിൻ പുറന്തള്ളുന്ന വാതകം നീല നിറത്തിൽ കണ്ടാൽ, എഞ്ചിൻ പുറന്തള്ളുന്ന വാതകം നീല നിറത്തിൽ കണ്ടാൽ അപ്പൊ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഏതായിരിക്കും? എഞ്ചിനകത്ത് ഓയിൽ കത്തുന്നു. എന്താണ് ഉത്തരം? എഞ്ചിനകത്ത് ഓയിൽ കത്തുന്നു. മറക്കല്ലും, എഞ്ചിൻ പുറന്തള്ളുന്ന വാതകം നീല നിറത്തിൽ കണ്ടാൽ എന്താണത്? എഞ്ചിനകത്ത് ഓയിൽ കത്തുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. എയർ ബ്രേക്ക് സംവിധാനത്തിന്റെ ഭാഗമല്ലാത്തത്, എയർ ബ്രേക്ക് സംവിധാനത്തിന്റെ ഭാഗമല്ലാത്തത് ഏതായിരിക്കും ഉത്തരം? തെർമോസ്റ്റാറ്റ് വാൽവ്. ഓപ്ഷൻ ബി ഏതാണ്? തെർമോസ്റ്റാറ്റ് വാൽവ്. അടുത്ത ചോദ്യം. സ്ഥിരമായി ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് ഓടിച്ചാൽ എന്ത് സംഭവിക്കും? സ്ഥിരമായിട്ട് ക്ലച്ച് പെഡലില് കാൽ വെച്ച് ഓടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഓപ്ഷനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഇതിനകത്ത് പെടുന്നതാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ്? ഇവയെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം. നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. അപ്പോ ഏത് ഗിയറാ? ഫസ്റ്റ് ഗിയർ അല്ലേ? ഏതാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് ഗിയർ. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ഇന്ധനം ലാഭിക്കുന്നത് ടോപ്പ് ഗിയറിൽ എത്ര വേഗത്തിൽ ഓടിക്കുമ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഇന്ധനം ലാഭിക്കുന്നത് ടോപ്പ് ഗിയറിൽ അല്ലെ എത്ര വേഗത്തില് ഓടിക്കുമ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും ഉത്തരം? 50 കിലോമീറ്റർ പെർ മണിക്കൂർ അല്ലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ചോദ്യങ്ങള് വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ നിന്ന് വായിച്ചിട്ട് ഉത്തരം ഏതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പോ നോക്കാം. എന്നിട്ട് ഭൂരിഭാഗം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അടുത്ത നോക്കേ. ഗിയർ മാറ്റുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഗിയർ മാറ്റുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതാ? ക്ലച്ച് ശരിയായ രീതിയിൽ വിടുതൽ ചെയ്യാത്തത് കൊണ്ടല്ലേ. അപ്പൊ ഏതാണ്? ക്ലച്ച് ശരിയായ രീതിയിൽ വിടുതൽ ചെയ്യാത്തത് കൊണ്ട്. അടുത്ത ചോദ്യം. വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം അതിനകത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാ? ഓപ്ഷൻ എ അല്ലേ? ഏതാ? ഗിയർ ന്യൂട്രലാക്കി ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കൊടുക്കാതെ അല്ലേ. അപ്പൊ ഗിയർ ന്യൂട്രലാക്കിയിട്ട് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കൊടുക്കാതെ. ഇനി അടുത്ത് നോക്കിയേ. അടുത്ത ചോദ്യം നോക്കിയേ. കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ അനുവർത്തിക്കേണ്ട രീതി, കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ അനുവർത്തിക്കേണ്ട രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഏതാ? ലോവർ ഗിയറിലിട്ട് ബ്രേക്കും ആക്സിലേറ്റർ കൊടുക്കാതെ ഇറങ്ങുക. ലോവർ ഗിയറിലിട്ട് എന്ത് ചെയ്യുക? ബ്രേക്കും ആക്സിലേറ്ററും കൊടുക്കാതെ എന്ത് ചെയ്യുക? ഇറങ്ങുക. ഇനി അടുത്ത ചോദ്യം. പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ വാഹനത്തിന് നിയമപരമായി ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് പോളിസി. പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ വാഹനത്തിന് നിയമപരമായി ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് പോളിസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഈ ഓപ്ഷൻ നോക്കി നമുക്കറിയാം ഏതാണത്. വാഹന ഇൻഷുറൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. രാത്രിയിൽ വാഹനം റോഡ് സൈഡിൽ നിർത്തുമ്പോൾ ഏത് ലൈറ്റ് ഉപയോഗിക്കണം? രാത്രിയിൽ വാഹനം റോഡ് സൈഡിൽ നിർത്തുമ്പോൾ ഏത് ലൈറ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും? പാർക്കിംഗ് ലൈറ്റ്. ഏതാണ്? പാർക്കിംഗ് ലൈറ്റ്. അടുത്ത ചോദ്യം. ഒറ്റത്തവണ നികുതി പുതിയ വാഹനങ്ങൾക്ക് അടയ്ക്കുന്നത് എത്ര കാലത്തേക്ക്? ഒറ്റത്തവണ നികുതി പുതിയ വാഹനങ്ങൾക്ക് അടയ്ക്കുന്നത് എത്ര കാലത്തേക്ക്? എത്രയാണ്? 15 വർഷത്തേക്ക് അല്ലെ. അപ്പൊ എത്രയാണ്? 15 വർഷം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ആധുനിക വാഹനങ്ങളിൽ ലൈറ്റ് ഡിമ്മർ സ്വിച്ച് ഘടിപ്പിക്കുന്നത് എവിടെയാണ്? ആധുനിക വാഹനങ്ങളിൽ ലൈറ്റ് ഡിമ്മർ സ്വിച്ച് ഘടിപ്പിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എവിടെയാണ്? ഓപ്ഷൻ ബി. എവിടെയാ? സ്റ്റിയറിംഗ് കോളത്തിൽ അല്ലെ. എവിടെയാണ്? സ്റ്റിയറിംഗ് കോളത്തിൽ. അടുത്ത ചോദ്യം. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് എത്ര കാലത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് ഹാജരാകാവുന്നത്? ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് എത്ര കാലത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് ഹാജരാകാവുന്നത്? എത്രയാണ്? നമുക്കറിയാലോ. എത്രയാണ്? ഓപ്ഷൻ സി 1 മാസം അല്ലെ. അടുത്ത ചോദ്യം.
സാധാരണ കാറുകളിൽ പ്രവർത്തിക്കുന്ന ബ്രേക്ക് സിസ്റ്റം ഏതു തരമാണ്? സാധാരണ കാറുകളിൽ പ്രവർത്തിക്കുന്ന ബ്രേക്ക് സിസ്റ്റം ഏതു തരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലെ, ഹൈഡ്രോളിക് ബ്രേക്ക്. അടുത്ത ചോദ്യം, ബ്രേക്ക് സിസ്റ്റം ബ്ലീഡ് ചെയ്യുന്നത് എന്തിനാണ്? ബ്രേക്ക് സിസ്റ്റം ബ്ലീഡ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിരിക്കും. അപ്പൊ എന്തിനായിരിക്കും? ഓപ്ഷൻ സി ഏതാണ്? ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എയർ ഒഴിവാക്കാൻ അല്ലെ, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യാനാ? എയർ ഒഴിവാക്കാൻ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ എന്താണ് കാണിക്കുക? ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ എന്താണ് കാണിക്കുക? അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ ബി വാഹനം സഞ്ചരിച്ച ദൂരം ഒന്നിച്ചു കൂടുന്നത് അല്ലെ, വാഹനം സഞ്ചരിച്ച ദൂരം ഒന്നിച്ചു കൂടുന്നത്. അടുത്ത ചോദ്യം, ആൾട്ടർനേറ്റിന്റെ പ്രവർത്തനം എന്താണ്? ആൾട്ടർനേറ്റിന്റെ പ്രവർത്തനം എന്താണ്? അപ്പൊ എന്തായിരിക്കും അത്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്നു. എന്താണ്? യാന്ത്രികോർജത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതോർജമാക്കുന്നു. അടുത്ത ചോദ്യം, നടപ്പാത ഇല്ലാത്ത റോഡിലൂടെ നടക്കുമ്പോൾ ഏതാണ് സുരക്ഷിതം? നടപ്പാത ഇല്ലാത്ത റോഡിലൂടെ നടക്കുമ്പോൾ ഏതാണ് സുരക്ഷിതം? അപ്പോ ഓപ്ഷൻസ് വായിച്ചു നോക്കേ, ഏതായിരിക്കും അത്? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുന്നത് അല്ലെ, ഏതാണ്? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുന്നത്. അടുത്ത ചോദ്യം, ബ്രേക്ക് ചെയ്യുമ്പോൾ 4 വീലുകളുള്ള ഒരു വാഹനം വലതുവശത്തേക്ക് പാളിപ്പോകാനുള്ള ഒരു കാരണം. അപ്പൊ താഴെ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കണേ. അപ്പോ ഏതായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ ബി ഏതാ? ഇടത് വീലിലെ ബ്രേക്ക് ഡ്രമ്മിനുള്ളിൽ ഓയിൽ കടന്ന ബ്രേക്ക് ലൈൻ എന്താ? നനയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, എഞ്ചിനകത്തേക്ക് എയർ പെട്രോൾ മിശ്രിതം ആവശ്യാനുസരണം എത്തിക്കുന്ന ഉപകരണം ഏത്? എഞ്ചിനകത്തേക്ക് എയർ പെട്രോൾ മിശ്രിതം ആവശ്യാനുസരണം എത്തിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ഏതാണത്? ഓപ്ഷൻ സി ഏതാണ്? കാർബറേറ്റർ അല്ലെ, ഏതാണ്? കാർബറേറ്റർ. അടുത്ത ചോദ്യം, വാഹനം യാത്രക്കിടെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലം. വാഹനം യാത്രക്കിടെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഏതാ? പാർക്കിംഗ് ലൈൻ ഉള്ള സ്ഥലത്തിൽ വാഹനം പോകുന്ന ഭാഗത്ത്. പാർക്കിംഗ് ലൈൻ ഉള്ള സ്ഥലത്തിൽ വാഹനം പോകുന്ന ഭാഗത്ത്. അടുത്ത ചോദ്യം, വാഹനത്തിന്റെ ഹോൺ മുഴക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. വാഹനത്തിന്റെ ഹോണ് മുഴക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം ഏതാണ്? കോടതിയാണ്. എവിടെയാണ്? കോടതി. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ യൂണിവേഴ്സൽ ജോയിന്റ് ഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകത എന്ത്? ഓപ്ഷൻ നല്ലപോലെ വായിച്ചു നോക്കണേ. അപ്പോ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ വായിച്ചു നോക്കിക്കോണേ. ഓപ്ഷൻ സി ഏതാണ്? ഓടുന്ന വാഹനത്തിന്റെ ചലനം കൊണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റിനുണ്ടാകുന്ന നീള വ്യത്യാസം ക്രമീകരിക്കാൻ. ഓക്കെ. അടുത്ത ചോദ്യം, ട്രാഫിക് ജംഗ്ഷനിൽ പോലീസ് വലത് കൈ തലയ്ക്ക് മുകളിൽ കുത്തനെ ഉയർത്തിപ്പിടിച്ച് സ്റ്റോപ്പ് ബോർഡ് മുന്നോട്ട് പ്രദർശിപ്പിക്കുന്നു. ഇടത് കൈ തോളിന് സമാന്തരമായി ഇടത്തോട്ട് നീട്ടി കൈപ്പത്തി മുൻഭാഗത്തേക്ക് നിവർത്തി കാണിക്കുന്നു. ഈ സിഗ്നൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ചോദ്യം നല്ലപോലെ ശ്രദ്ധിച്ച് ഇമാജിൻ ചെയ്തേക്കണേ. എന്തോ പറയുന്നേ? ട്രാഫിക് ജംഗ്ഷനിൽ പോലീസ് വലത് കൈ തലയ്ക്ക് മുകളിൽ കുത്തനെ ഉയർത്തിപ്പിടിച്ച് സ്റ്റോപ്പ് ബോർഡ് മുന്നോട്ട് പ്രദർശിപ്പിക്കുന്നു. ഇടത് കൈ തോളിന് സമാന്തരമായി ഇടത്തോട്ട് നീട്ടി കൈപ്പത്തി മുൻഭാഗത്തേക്ക് നിവർത്തി കാണിക്കുന്നു. ഈ സിഗ്നൽ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻ നോക്കിക്കോ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യണം? നിർത്തണം അല്ലെ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യുക? നിർത്തുക. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. റേഡിയേറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? റേഡിയേറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? അപ്പൊ എന്തിനാണ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? കൂളന്റ് തണുപ്പിക്കുന്നതിന് അല്ലെ, ഏതാണ്? കൂളന്റ് തണുപ്പിക്കുന്നതിന്. അടുത്ത ചോദ്യം, വളവുള്ള റോഡുകളിൽ റോഡിന് ചരിവ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
വളവുള്ള റോഡുകളിൽ റോഡിന് ചരിവ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും? ഓപ്ഷൻ സി, വാഹനം തെന്നി വലത്തോട്ട് മറിയുന്നത് ഒഴിവാക്കാൻ. വാഹനം തെന്നി വലത്തോട്ട് മറിയുന്നത് ഒഴിവാക്കാൻ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ കൈകൊണ്ട് കാണിക്കേണ്ടത് എത്ര സിഗ്നലുകളാണ്? ഒരു വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ കൈകൊണ്ട് കാണിക്കേണ്ടത് എത്ര സിഗ്നലുകളാണ്? അപ്പൊ എത്രയായിരിക്കും? 5. ഓപ്ഷൻ എ. എത്രയാ? 5. അടുത്ത ചോദ്യം, ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയും? ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയും എന്ന ചോദിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റുമോ അത്? ഓപ്ഷൻ എ. ഏതാ? വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി തിരിച്ചറിയാൻ കഴിയും അല്ലെ? വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി. അടുത്ത ചോദ്യം, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി. ഏതാണ്? വാഹനം പാർക്ക് ചെയ്യുവാൻ വേണ്ടി അല്ലെ? വാഹനം പാർക്ക് ചെയ്യുവാൻ വേണ്ടി. അടുത്ത ചോദ്യം, ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കുവാനുള്ള സമയപരിധി. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കുവാനുള്ള സമയപരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, 24 മണിക്കൂർ അല്ലേ? ഓപ്ഷൻ സി, 24 മണിക്കൂർ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്താണ്? ഒരു വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും അത്? ഓപ്ഷൻ സി. ഏതാണ്? ഒരു വാഹനം പൂർണ്ണമായി തിരിഞ്ഞ് ഒരു വൃത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് കറങ്ങുന്നതിന്റെ എണ്ണം. ഒരു വാഹനം പൂർണ്ണമായി തിരിഞ്ഞ് ഒരു വൃത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് കറങ്ങുന്നതിന്റെ എണ്ണം. അടുത്ത ചോദ്യം, സാധാരണ സ്റ്റേജ് കാരിയർ ബസ്സിൽ എമർജൻസി ഡോർ ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ്? സാധാരണ സ്റ്റേജ് കാരിയർ ബസ്സിൽ എമർജൻസി ഡോർ ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്തായിരിക്കും? ഓപ്ഷൻ എ. എവിടെയാണ്? പുറകിലാണ്. എവിടെയാണ്? പുറകിലാണ്. അടുത്ത ചോദ്യം, മോട്ടോർ വാഹന നിയമത്തിലെ 113 വകുപ്പ് അനുശാസിക്കുന്നത് എന്താണ്? മോട്ടോർ വാഹന നിയമത്തിലെ 113 വകുപ്പ് അനുശാസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അത്? ഓപ്ഷൻ ബി. ഏതാണ്? ഓവർലോഡ് പാടില്ല. ഓവർലോഡ് എന്ത് ചെയ്യാണ്? പാടില്ല. അടുത്ത ചോദ്യം, സീബ്ര ക്രോസിംഗിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ചെയ്യേണ്ട പ്രഥമ പരിഗണന എന്താണ്? സീബ്ര ക്രോസിംഗില് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ചെയ്യേണ്ട പ്രഥമ പരിഗണന എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണത്. ഓപ്ഷൻ സി. ഏതാണ്? വാഹനം നിർത്തി കാൽനട യാത്രക്കാരെ കടത്തി വിട്ടതിന് ശേഷം കടന്നു പോകുക. വാഹനം നിർത്തി കാൽനട യാത്രക്കാരെ എന്ത് ചെയ്യണം? കടത്തി വിടണം. അതിനുശേഷം എന്ത് ചെയ്യുക? കടന്നു പോകുക. അടുത്ത ചോദ്യം, 4 വരി പാതകളിൽ റോഡിന്റെ ഏതു ഭാഗം ചേർന്നാണ് പോകേണ്ടത്? 4 വരി പാതകളിൽ റോഡിന്റെ ഏതു ഭാഗം ചേർന്നാണ് പോകേണ്ടത്? ഏതാണ്? ഓപ്ഷൻ സി. റോഡിന്റെ ഇടതു ഭാഗത്തു കൂടി. റോഡിന്റെ ഇടതു ഭാഗത്തു കൂടി. അടുത്ത ചോദ്യം, റോഡിന്റെ ഇടതു ഭാഗത്തു കൂടി മറ്റൊരു വാഹനത്തെ മറികടക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദർഭം. ഓപ്ഷൻ നോക്കിക്കോണേ. റോഡിന്റെ ഇടതു ഭാഗത്തു കൂടി മറ്റൊരു വാഹനത്തെ മറികടക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദർഭം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഏതാണത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഏതാ? വലതുഭാഗത്തേക്ക് തിരിയുന്ന വാഹനം റോഡിന്റെ മധ്യഭാഗം കടന്നതിന് ശേഷം. അടുത്ത ചോദ്യം, വൃത്തത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ ഏത്? വൃത്തത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി. ഏതാ? നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങളാണല്ലേ. അടുത്ത ചോദ്യം, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ പരമാവധി കയറ്റാവുന്ന ഭാരവും യാത്രക്കാരുടെ എണ്ണവും കാണിക്കുന്ന രേഖ ഏതാണ്? ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തില് പരമാവധി കയറ്റാവുന്ന ഭാരവും യാത്രക്കാരുടെ എണ്ണവും കാണിക്കുന്ന രേഖ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? പെർമിറ്റ് ആണ്. ഓപ്ഷൻ ബി, പെർമിറ്റ്. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഡാഷ് അളവിൽ മദ്യം അയാളുടെ 100 ml രക്തത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശ്രദ്ധിക്കണേ. ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഡാഷ് അളവിൽ മദ്യം അയാളുടെ 100 ml രക്തത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ ശരിയായ ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ ബി. എത്രയാണ്? 30 mg മുകളിലാണ് കേട്ടോ. 30 mg മുകളിലാണ്. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ക്ഷീണം തോന്നുമ്പോൾ ചെയ്യേണ്ടത്. ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ക്ഷീണം തോന്നുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും അത്? ഓപ്ഷൻ എ. വാഹനം നിർത്തി വിശ്രമത്തിന് ശേഷം യാത്ര എന്ത് ചെയ്യുക? തുടരുക. വാഹനം നിർത്തി വിശ്രമത്തിന് ശേഷം യാത്ര എന്ത് ചെയ്യുക? തുടരുക. അടുത്ത ചോദ്യം, വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന നടപടി എന്താണ്?
വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന നടപടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അത്? ഓപ്ഷൻ എ, ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ശ്രദ്ധയോടെ എന്ത് ചെയ്യുക? വാഹനം ഓടിക്കുക. അടുത്ത ചോദ്യം, ലോകത്ത് വാഹന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, താഴെ പറയുന്ന ഒന്ന് ഓപ്ഷൻ വായിച്ച് നോക്കിക്കോണേ, ഏതായിരിക്കുന്ന ലോകത്ത് വാഹന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്? ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? അശ്രദ്ധയോട് കൂടിയ ഡ്രൈവിംഗ് മൂലം, അല്ലെ? അശ്രദ്ധയോട് കൂടിയ ഡ്രൈവിംഗ് മൂലം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏതുതരം വാഹനങ്ങളിലാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏതു തരം വാഹനങ്ങളിലാണ്? അപ്പൊ ഏതുതരം വാഹനങ്ങളായിരിക്കും അത്? മോട്ടോർ സൈക്കിളുകൾ. മോട്ടോർ സൈക്കിളുകൾ. അടുത്ത ചോദ്യം, മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. താഴെ പറയുന്ന ഓപ്ഷൻ നോക്കിക്കോണം ശരിയേതാണെന്ന്. മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. ഏതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കുമ്പോൾ, അല്ലെ? ഹെൽമറ്റ് ധരിച്ച് വാഹനം എന്ത് ചെയ്യുക? ഓടിക്കുമ്പോൾ. എന്നാൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ? വാഹനം ഓടിക്കാൻ, അല്ലെ? നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ഹെവി വാഹനം ഓടിക്കേണ്ട കുറഞ്ഞ പ്രായം. ഒരു ഹെവി വാഹനം ഓടിക്കേണ്ട കുറഞ്ഞ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഹെവി വാഹനം ഓടിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 20 വയസ്സാണ്. അടുത്ത ചോദ്യം, 6 വരി പാതകളിൽ സിഗ്നൽ ലഭിക്കുവാൻ കാത്തു നിൽക്കുമ്പോൾ മധ്യഭാഗത്തുള്ള വാഹനങ്ങൾ നിൽക്കേണ്ടത് ഏത് ദിശയിലേക്ക് പോകുവാൻ വേണ്ടിയാണ്? അപ്പൊ ഏത് ദിശയിലേക്കായിരിക്കും? ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചോണം, ഓപ്ഷൻ നോക്കിക്കോണേ. അപ്പൊ ഇവിടെ ഏതായിരിക്കാം ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഏതാണ്? നേർ ദിശയിലേക്ക്, അല്ലെ? നേർ ദിശയിലേക്ക്. അടുത്ത ചോദ്യം, ഭാരവാഹനങ്ങളിൽ നികുതി അടയ്ക്കാനുള്ള അധിക കാലാവധി. ഭാരവാഹനങ്ങളിൽ നികുതി അടയ്ക്കാനുള്ള അധിക കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എത്രയായിരിക്കും അത്? 30 ദിവസം. എത്രയാണ്? 30 ദിവസം. അടുത്ത ചോദ്യം, ഒരു സ്റ്റേജ് കാരേജ് ബസ്സിൽ കയറ്റാവുന്ന യാത്രക്കാരുടെ എണ്ണം. ഒരു സ്റ്റേജ് കാരേജ് ബസ്സിൽ കയറ്റാവുന്ന യാത്രക്കാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? പെർമിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം. പെർമിറ്റിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ, അല്ലെ? അടുത്ത നോക്കേ, സാധാരണ ഒരു വാഹനത്തിന്റെ പരമാവധി ഉയരം എത്ര? സാധാരണ ഒരു വാഹനത്തിന്റെ പരമാവധി ഉയരം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? എത്രയാണ്? 3.8 മീറ്റർ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ പരമാവധി വീതി എത്ര? ഒരു വാഹനത്തിന്റെ പരമാവധി വീതി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ എത്രയാണ്? 2.6 മീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. 2 ആക്സിലുള്ള വാഹനത്തിന്റെ പരമാവധി നീളം എത്ര? 2 ആക്സിലുള്ള വാഹനത്തിന്റെ പരമാവധി നീളം എത്ര? എത്രയായിരിക്കും? 6.5 മീറ്റർ. 6.5 മീറ്റർ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ആകെ സീറ്റുകളിൽ എത്ര ശതമാനം സീറ്റുകളാണ് സ്ത്രീ യാത്രക്കാർക്ക് മാത്രമായി ഒഴിച്ചിട്ടിരിക്കുന്നത്? ആകെ സീറ്റുകളിൽ എത്ര ശതമാനം സീറ്റുകളാണ് സ്ത്രീ യാത്രക്കാർക്ക് മാത്രമായി ഒഴിച്ചിട്ടിരിക്കുന്നത്? അല്ലെ? അപ്പൊ എത്രയായിരിക്കും? ഓപ്ഷൻ വായിച്ച് നോക്കിക്കോണേ. എത്രയാണ്? 25% കേട്ടോ. ഓപ്ഷൻ ഡി, 25%. അടുത്ത ചോദ്യം, മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ എത്ര അകലത്തിലാണ് പുറകെ പോകുന്ന വാഹനം പോകേണ്ടത്? മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ എത്ര അകലത്തിലാണ് പുറകെ പോകുന്ന വാഹനം പോകേണ്ടത്? അപ്പൊ എത്രയായിരിക്കും? അത് ഒന്നേ പറയാനുള്ളൂ. എന്തുവാ? സുരക്ഷിതമായ അകലത്തിൽ, അല്ലെ? അടുത്ത ചോദ്യം, വാഹനത്തിൽ നിയമപരമായി ഉപയോഗിക്കാവുന്ന ഫോൺ ഏത്? വാഹനത്തിൽ നിയമപരമായി ഉപയോഗിക്കാവുന്ന ഫോൺ ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ഏതാണത്? ഇലക്ട്രിക്കൽ ഫോണാണ്. ഏതാണ്? ഇലക്ട്രിക്കൽ ഫോൺ. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഡാഷ് ചെയ്ത് കൊടുക്കുന്നു. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡാഷ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ്? ഓപ്ഷൻ ബി. ഏതാണ്? ഡിം, അല്ലെ? ഓപ്ഷൻ ബി, ഡിം. ഓക്കെ. അടുത്ത ചോദ്യം, കാരേജ് വാഹനത്തിന്റെ കണ്ടക്ടർക്ക് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത. അപ്പൊ എത്രയായിരിക്കും? 56ാം ചോദ്യം. എത്ര ഉത്തരമായിട്ട് വരുന്നത്? 10ാം ക്ലാസ് ആണ്. എത്രയാണ്? 10ാം ക്ലാസ്. അടുത്ത ചോദ്യം, ഹെവി വാഹനത്തിന്റെ പരമാവധി ഭാരം എത്ര? ഹെവി വാഹനത്തിന്റെ പരമാവധി ഭാരം എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും? 12,000 കിലോയിൽ കൂടുതൽ. എത്രയാണ്? 12,000 കിലോയിൽ കൂടുതൽ. അടുത്ത ചോദ്യം, അപകടകരമായ രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ സമയക്രമം. അപകടകരമായ രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ സമയക്രമം ചോദിച്ചാൽ എത്രയാണ്? ഓപ്ഷൻ സി. ഏതാണ്? 8 PM മുതൽ 8 AM വരെ, അല്ലെ?
അടുത്ത ചോദ്യം, കേരളത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനം ഏത്? കേരളത്തിലെ ഒരു വർഷം ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണത്? ഏതേ വരുത്തോള്? മോട്ടോർ സൈക്കിളുകൾ അല്ലെ, മോട്ടോർ സൈക്കിളുകൾ. അടുത്ത ചോദ്യം, ഇറങ്ങുമ്പോൾ വാഹനത്തിന്റെ ഏത് ഗിയർ ആണ് ഇടേണ്ടത്? ഇറങ്ങുമ്പോൾ വാഹനത്തിന്റെ ഏത് ഗിയർ ആണ് ഇടേണ്ടത്? ഏത് ഗിയർ ആയിരിക്കും? അതായത് കയറ്റം കയറുമ്പോൾ ഇട്ട അതേ ഗിയർ എന്ത് ചെയ്യണം? ഇടണം. അടുത്ത ചോദ്യം, മോട്ടോർ വാഹനം ഓടിക്കേണ്ടത് റോഡിന്റെ ഇനി താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നതാണ്? അപ്പോ ഏതായിരിക്കാം? നിങ്ങൾ നോക്കിക്കോ, ഏതായിരിക്കാം വരുന്നേ? ഓപ്ഷൻസ് നോക്കിക്കോ, ഏത് വരും? മോട്ടോർ വാഹനം ഓടിക്കേണ്ട റോഡിന്റെ താഴെ പറയുന്നതിൽ ഏതായിരിക്കും ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഇടതുവശം ചേർന്ന് അല്ലെ, ഇടതുവശം ചേർന്ന്. അടുത്ത ചോദ്യം, കടന്നു പോകാൻ മുൻഗണന നൽകേണ്ട ഒരു വാഹനം. ഇനി ഓപ്ഷൻ അത് നമുക്കറിയാം, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മുന്നറിയിപ്പ് നൽകി വരുന്ന ഫയർ എഞ്ചിൻ. മുന്നറിയിപ്പ് നൽകി വരുന്ന ഫയർ എഞ്ചിൻ. അടുത്ത ചോദ്യം, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. അപ്പൊ ഈ ഓപ്ഷനകത്ത് ശരിയായ ഉത്തരം ഏതാണത്? ഓപ്ഷൻ സി ആണ്. ഏതാ? ഇടുങ്ങിയ പാലം. ഇടുങ്ങിയ പാലം. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ, രാത്രികാലങ്ങളിലെ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ താഴെ പറയുന്നതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു അല്ലെ. അപ്പോ അല്ല ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പാർക്ക് ലൈറ്റ് എന്ത് ചെയ്യണം? കത്തിച്ചിരിക്കണം. പാർക്ക് ലൈറ്റ് എന്ത് ചെയ്യണം? കത്തിച്ചിരിക്കണം. അടുത്ത ചോദ്യം, സാധാരണയായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു തരം ഫോൺ. സാധാരണയായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു തരം ഫോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും അത്? എയർ ഫോൺ ആണല്ലേ, എയർ ഫോൺ. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ സൈക്കിളിന്റെ പിൻസീറ്റിൽ കയറ്റി കൊണ്ടുപോകാവുന്നവരുടെ എണ്ണം. ഒരു മോട്ടോർ സൈക്കിളിന്റെ പിൻസീറ്റിൽ കയറ്റി കൊണ്ടുപോകാവുന്നവരുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണത്? ഓപ്ഷൻ ബി 1. അടുത്ത ചോദ്യം, ഓവർടേക്ക് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓവർടേക്ക് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഓപ്ഷൻ വായിച്ച് നോക്കിക്കോണേ. ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ വായിച്ച് നോക്കിക്കോണേ. ഇനി ഇതിനകത്ത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം കിട്ടിയോ ഏതാണെന്ന്? ഏതാണ്? ഓപ്ഷൻ ഡി. ഏതാ? മുൻവശം റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടുത്ത ചോദ്യം, ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ, ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, വാഹനം മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കണം. അടുത്ത ചോദ്യം, ഒരു വാഹനം സിറ്റി റോഡുകളിൽ കൂടി ഓടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ലൈറ്റ്. ഒരു വാഹനം സിറ്റി റോഡുകളിൽ കൂടി ഓടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ലൈറ്റ് ആണ്. ഏതാണത്? ഡിം ലൈറ്റ്. ഏതാണ്? ഡിം ലൈറ്റ്. അടുത്ത ചോദ്യം, ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ആംബുലൻസ് വാഹനം പുറകിൽ നിന്ന് തുടർച്ചയായി ഹോൺ മുഴക്കിയാൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം ഇതിന് താഴെ പറയുന്നത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ വായിച്ച് നോക്കിക്കണം. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? വേഗത കുറച്ച് ആംബുലൻസ് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകണം അല്ലെ. അടുത്ത ചോദ്യം, ഒരു ഗുഡ്സ് വെഹിക്കിളിൽ കയറ്റാവുന്ന പരമാവധി ഭാരം തെളിയിക്കുന്ന രേഖ. ഒരു ഗുഡ്സ് വെഹിക്കിളിൽ കയറ്റാവുന്ന പരമാവധി ഭാരം തെളിയിക്കുന്ന രേഖ ചോദിച്ചാൽ ഏതാണത്? ഏതാ? പെർമിറ്റ്. അടുത്ത ചോദ്യം, ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ചിന്തിച്ചു നോക്കിയേ, ഓപ്ഷൻ വായിച്ചു നോക്കേ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന്? ഏതാണ്? ഓവർടേക്കിങ്ങിനുള്ള അനുവാദം അല്ലെ, ഓവർടേക്കിങ്ങിനുള്ള അനുവാദം. അടുത്ത ചോദ്യം, ഒരു ഫയർ എഞ്ചിന്റെ എത്ര അടുത്ത് വരെ ഒരു വാഹനം പാർക്ക് ചെയ്യാം? ഒരു ഫയർ എഞ്ചിന്റെ എത്ര അടുത്ത് വരെ ഒരു വാഹനം പാർക്ക് ചെയ്യാം? അപ്പൊ എത്ര അടുത്ത് വരെ ആയിരിക്കാം? ഉത്തരം കിട്ടിയോ? എത്രയാണ്? 4 മീറ്റർ. ഓപ്ഷൻ ബി 4 മീറ്റർ. അടുത്ത ചോദ്യം, ഒരു ഡ്രൈവർ തന്റെ വാഹനത്തിൽ നിർബന്ധമായും സൂക്ഷിച്ചിരിക്കേണ്ട ഒരു രേഖ. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചേക്കണേ, തിരിഞ്ഞു പോകലും ആശയക്കുഴപ്പമുണ്ടാകലും. ചോദ്യം വായിക്കണേ, ശ്രദ്ധിക്കണേ. ഒരു ഡ്രൈവർ തന്റെ വാഹനത്തിൽ നിർബന്ധമായും സൂക്ഷിച്ചിരിക്കേണ്ട ഒരു രേഖയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതാണ് വരുന്നത്? ഈ ഓപ്ഷനകത്ത് ഏതാണ് വരുന്നത്? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് അല്ലേ. ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൽ വെക്കാനുള്ളതാണോ? എപ്പോഴും എന്ത് ചെയ്യുക? കൂടെ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലൊക്കെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി സ്വന്തം വാഹനത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, പക്ഷെ മിസ്സായി പോകില്ല അല്ലേ. അപ്പോ ഇതിന്റെ ഓപ്ഷൻ പ്രകാരം ഏതിനകത്തുള്ളൂ? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
ഏതുതരം ഇൻഷുറൻസ് ആണ് വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഏതുതരം ഇൻഷുറൻസ് ആണ് വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? അപ്പൊ ഏതാണത്? ഓപ്ഷൻ ബി ആണ്. ഏതാ? തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെ? തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അടുത്ത ചോദ്യം, 1 മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1 മൈൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണത്? ഓപ്ഷൻ ഡി. എത്രയാ? 1.6 കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണത്? അത് എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം. അടുത്ത ചോദ്യം, കെട്ടിവലിക്കുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള അകലം. കെട്ടിവലിക്കുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? അത് 5 മീറ്റർ. എത്രയാണ്? 5 മീറ്റർ. അടുത്ത ചോദ്യം, കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത എത്ര? കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണത്? ഓപ്ഷൻ സി. ഏതാണ്? 24 km/h. ഓക്കെ. അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ പുകക്കുഴലിൽ നിന്ന് പുറത്തു വരുന്ന ലോഹാംശം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ലെഡ്. ഏതാണ്? ലെഡ്. അടുത്ത ചോദ്യം, ഒരു പബ്ലിക് സർവീസ് വാഹനത്തിൽ കയറ്റാൻ പാടില്ലാത്ത സാധനം ഏത്? താഴെ പറയുന്ന വായിച്ചു നോക്കിക്കണേ. ഒരു പബ്ലിക് സർവീസ് വാഹനത്തില് കയറ്റാൻ പാടില്ലാത്ത സാധനം ഏത്? അപ്പൊ ഏതാണത്? ഓപ്ഷൻ ബി. ഏതാ? കത്തിപ്പടരാൻ സാധ്യതയുള്ള വസ്തുക്കൾ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? നമുക്കറിയാം ആരാണ്? യൂണിഫോം ധരിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലെ? അടുത്ത ചോദ്യം, വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ തിരിയുന്നതിന് എത്ര ദൂരം മുമ്പ് നിശ്ചിത സിഗ്നൽ കാണിക്കണം? വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ തിരിയുന്നതിന് എത്ര ദൂരം മുമ്പ് നിശ്ചിത സിഗ്നൽ കാണിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? ഓപ്ഷൻ ബി, 180 അടി. കേട്ടോ, എത്രയാണ്? 180 അടി. അടുത്ത ചോദ്യം, ഹാൻഡ് ബ്രേക്കിന്റെ ഉപയോഗം താഴെ പറയുന്നത് നോക്കിക്കോണം. ഇനി ഏതാണ് ഇതിൽ ശരിയായ ഉത്തരമായിട്ട് വരുന്നതെന്ന്? ഏതാണ് ശരിയായ ഉത്തരം? ഇതെല്ലാം വരത്തില്ലേ? ഇല്ലേ? ഇതെല്ലാം വരുവാനകത്തല്ലേ? ഇനി അടുത്ത ചോദ്യം, ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? അമ്മീറ്റർ നോക്കിയല്ലേ? ഓപ്ഷൻ ബി, അമ്മീറ്റർ നോക്കി. അടുത്ത ചോദ്യം, വാഹനം റോഡിലോടുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ നോക്കേ. എന്താ? ഇതെല്ലാം വരുമല്ലേ? ഇതെല്ലാം വേണം. ഇതെല്ലാം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ടർബോ ചാർജിന്റെ ഉപയോഗം എന്തായിരിക്കാം? ടർബോ ചാർജിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഏതാണ്? എഞ്ചിന്റെ ശക്തി എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുവാൻ. അടുത്ത ചോദ്യം, പുറകോട്ട് വാഹനം ഓടിക്കാൻ പാടില്ലാത്ത റോഡ് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? നമുക്കറിയാം ഏതാണ്? വൺ വേ റോഡ് ആണല്ലേ? വൺ വേ റോഡ്. അടുത്ത ചോദ്യം, ഒരു വാഹനം പുറകോട്ട് ഓടിക്കുന്നത് ഇനി ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി. ഏതാണ്? ദിശ മാറിപ്പോകാൻ മാത്രം. അടുത്ത ചോദ്യം, അധിക സ്പീഡ് കണ്ടെത്താനായി അധികാരികൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. എങ്ങനെയാണ്? അധിക സ്പീഡ് കണ്ടെത്താനായി അധികാരികൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. അപ്പൊ ഏതായിരിക്കും അത്? ഓപ്ഷൻ നോക്കുക. ഏതാണ്? ഓപ്ഷൻ എ, റഡാർ. ഏതാണ്? റഡാർ. അടുത്ത ചോദ്യം, വാഹനത്തിന്റെ സ്പീഡ് സുരക്ഷിതമായ പരിധിയിൽ നിർത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. അപ്പൊ ഏതാണത്? ഓപ്ഷൻ ഏതാണ്? സ്പീഡ് ഗവർണർ അല്ലെ? സ്പീഡ് ഗവർണർ. അടുത്ത ചോദ്യം, ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണത്? ഡെസിബൽ. ഏതാണ്? ഡെസിബൽ. അടുത്ത ചോദ്യം, 4 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, തെർമോസ്റ്റാറ്റ് വാൽവിന്റെ ഉപയോഗം എന്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അത്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, എഞ്ചിൻ താപം ക്രമീകരിക്കുവാൻ. അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ എയർ ക്ലീനറുടെ ഉപയോഗമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനായിരിക്കും അത്?
എന്തിനാ? ഓപ്ഷൻ വായിച്ച് നോക്കിക്കോ. ഓപ്ഷൻ ഡി വരും അല്ലെ? ഏതാണ്? അന്തരീക്ഷ വായുവിലെ മാലിന്യങ്ങൾ ഒഴിവാക്കി ശുദ്ധീകരിച്ച വായു എഞ്ചിനിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അടുത്ത ചോദ്യം, സ്ഫോടക വസ്തു കയറ്റി ഓടുന്ന വാഹനത്തിന് ഏത് നിറത്തിലുള്ള അടയാളമാണ്? ശ്രദ്ധിച്ചോണേ, സ്ഫോടക വസ്തു കയറ്റി ഓടുന്ന വാഹനത്തിന് ഏത് നിറത്തിലുള്ള അടയാളമാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ഏതാണ്? ഓറഞ്ച്. ഓപ്ഷൻ ഡി ഓറഞ്ച്. അടുത്ത ചോദ്യം, ഹെവി വാഹനങ്ങളിൽ വൻ നഗര പ്രദേശങ്ങളിൽ ഡീസൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഇന്ധനം. ഹെവി വാഹനങ്ങളിൽ വൻ നഗര പ്രദേശങ്ങളിൽ ഡീസൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഇന്ധനം. ഇനി ഏതാണ് ആ ഇന്ധനം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഏതാ? CNG അല്ലേ? ഓപ്ഷൻ ബി CNG. അടുത്ത ചോദ്യം, വാഹനത്തിന്റെ ചക്രത്തിൽ വായുമർദ്ദം കുറവായാൽ, വാഹനത്തിന്റെ ചക്രത്തില് വായുമർദ്ദം കുറവായാൽ, അപ്പോ ഇതിൽ ഏതാണ് ഇനി ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ വായിച്ച് നോക്കിക്കോ. ഇതെല്ലാം വരുത്തില്ലേ? ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ചോദ്യം, വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നത്. വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നത് നമുക്കറിയാം അല്ലെ? എങ്ങനെയാണ് സ്പീഡ് കൂടുന്നത് സ്പീഡ് കുറയുന്നതൊക്കെ. അപ്പൊ എങ്ങനെയാണ്? അതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആക്സിലേറ്റർ അല്ലെ? ആക്സിലേറ്റർ. അടുത്ത ചോദ്യം, ഒരു ജംഗ്ഷന് സമീപം പെഡസ്ട്രിയൽ ക്രോസിംഗ് വരച്ചിട്ടുള്ള സ്ഥലത്ത് കാൽനട യാത്രക്കാർ റോഡിന് കുറുകെ നടക്കുന്നു. നിങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനം താഴെ പറയുന്ന നോക്കിയാണ് ഉത്തരം പറയാൻ. അപ്പോ ശ്രദ്ധിക്കണേ, ഒരു ജംഗ്ഷന് സമീപം പെഡസ്ട്രിയൽ ക്രോസിംഗ് വരച്ചിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നതാണ്? കാൽനട യാത്രക്കാർ എന്ത് ചെയ്യാണ്? റോഡിന് കുറുകെ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനം എന്ത് വേണം? ഓപ്ഷൻ വായിച്ച് നോക്കിക്കോ. എന്ത് വേണം? വാഹനം നിർത്തി കാൽനട യാത്രക്കാർ പോയതിനു ശേഷം എന്ത് ചെയ്യണം? കടന്നു പോകണം. വാഹനം നിർത്തി കാൽനട യാത്രക്കാർ പോയതിനു ശേഷം എന്ത് ചെയ്യുക? കടന്നു പോവുക. ഓക്കെ.